ഇന്ത്യക്ക് ഒരു മികച്ച ഒളിമ്പ്യനെ സമ്മാനിച്ചത് ഒരു നാരങ്ങ വെള്ളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇവിടുന്ന് ഒരു പ്ലെയർ ടാലന്റ് ഉണ്ട് വരുമ്പം അവന് കിട്ടുന്ന എക്സ്പോഷറാണ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷെ അത് സ്വപ്നം സാക്ഷാത്കാരമാവുന്ന ഒരു മൊമെന്റാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഫസ്റ്റ് തന്നെ ബോൾ എടുത്ത് എറിഞ്ഞ് തുടങ്ങിയ സമയം തൊട്ട് ഒരേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. സഞ്ജു കഴിഞ്ഞിട്ട് അടുത്ത ആര് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ഇപ്പൊ കളിച്ചിരിക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഞാനായാലും ശ്രീശാന്ത് ആയാലും സഞ്ജു ആയാലും ഓക്കെ, ആരും കേരളത്തില് അധികം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. നമസ്കാരം. ഇന്ത്യക്ക് ഒരു മികച്ച ഒളിമ്പ്യനെ സമ്മാനിച്ചത് ഒരു നാരങ്ങ വെള്ളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ശരിക്കും ഒരു നാരങ്ങ വെള്ളത്തിനോടുള്ള ഒരു ബെറ്റാണ് 8.07 ദൂരം ലോങ് ജമ്പിൽ ചാടി ഏകദേശം 3 പതിറ്റാണ്ടോളം മറ്റാർക്കും തകർക്കപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡ് സമ്മാനിച്ച ഒരു ഒളിമ്പ്യനെ ഇന്ത്യക്ക് സമ്മാനിച്ചത് തടത്തുവിള ചാണ്ടപ്പിള്ള യോഹന്നാൻ. ആ TC യോഹന്നാന്റെ മകനും പിന്നീട് ഇന്ത്യയുടെ താരമായി മാറുകയുണ്ടായി. ശ്രീ ടിനു യോഹന്നാൻ. ടിനു യോഹന്നാനാണ് ഇന്ന് നമ്മളുടെ അത്. നമസ്കാരം. നമസ്കാരം. ശരിക്കും ഒരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറിനെ തന്നെ മലനാട് TV-യുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള IDTV സ്പോർട്സ് ആൻഡ് ഹെൽത്ത് എന്ന ലോക്കൽ ഗ്ലോബൽ സ്പോർട്സ് ചാനലിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഇതിനകത്ത് വലിയൊരു എന്താ പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു തീരുമാനമുണ്ട്. കാരണം ഇങ്ങനെ ഒരു തീരുമാനം വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടേഴ്സിന്റെ ഒരു ലീഗ് നമ്മൾ എയർ ചെയ്തപ്പോഴാണ്. ഒരുപാട് മുമ്പ്. അതെ, ഒരുപാട് മുമ്പാണ്. അപ്പം അവിടെ വെച്ച് പൂജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അന്നും അങ്ങായിരുന്നു ആ ഒരു ലീഗിന്റെ ഉദ്ഘാടനമായിട്ട് എത്തിയത്. അവിടെ വെച്ചൊരു ഇന്റർവ്യൂവിനിടയിൽ ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്രാദേശിക കായിക താരങ്ങൾക്ക് വേണ്ടിയും പ്രാദേശിക കായിക മത്സരങ്ങൾക്ക് വേണ്ടിയും ഒരു ഗ്ലോബൽ ലോക്കൽ സ്പോർട്സ് ചാനൽ വന്നാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു അല്ലേ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കിട്ടിയ ഒരു വലിയൊരു ഞങ്ങൾക്കൊരു ഒരു വലിയ പ്രചോദനകരമായ വാക്കുകളാണ് ഇന്ന് IDTV-യുടെ ആ ഒരു സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുന്നത്. സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം. അത് സാക്ഷാത്കാരമായ കാണുമ്പോൾ IDTV എന്നൊരു പ്ലാറ്റ്ഫോം ലോക്കൽ സ്പോർട്സിന് വേണ്ടിയിട്ട് ലോക്കൽ കായിക താരത്തിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കാനിടം ഫുൾ ലോകം മുഴുവനും കാണാനായിട്ടുള്ള ഒരു വേദി ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. എന്തായാലും കൊല്ലം ജില്ലയുടെ എഴുകുൺ എന്ന പ്രാദേശിക മേഖലയിൽ നിന്ന് ഒരു ക്രിക്കറ്റ് താരം കൊച്ചിയിലേക്ക് പറിച്ചു നട്ടതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത് ജീവിതം. അതെ, കൊച്ചിയിൽ ഞങ്ങൾ 83-ൽ വന്നതാണ്. അപ്പൊ എനിക്കൊരു 4 വയസ്സ് പ്രായമുള്ളൂ. സ്കൂളിൽ ചേർന്നു. പക്ഷെ ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് കളിച്ച് തുടങ്ങുന്ന ഒരു 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ. അതുവരെ സ്കൂൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇവിടെ സ്വാൻഡൻസ് ക്രിക്കറ്റ് ക്ലബ്ബില് ജോയിൻ ചെയ്ത് അവർ ക്ലബ് ക്രിക്കറ്റ് കളിക്കായിരുന്നു. പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് സീരിയസ് ആയിട്ട് കളിക്കാൻ തീരുമാനിച്ചത് 12th കഴിഞ്ഞിട്ടാണ്. ശരിക്കും ഒരു ഇന്ത്യൻ താരമൊക്കെ ആയിട്ട് ടിനു യോഹന്നാൻ എത്തുന്നു. ശരിക്കും അതിന് പ്രചോദനമായത് ആരാണ്? എങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്? ഞാൻ എപ്പോഴും ഒരു അത്ലീറ്റ് ആയിരുന്നു. ശരിക്കും പപ്പയുടെ മകനായിട്ട് ജനിക്കുമ്പോ ആ പപ്പയുടെ കഥകൾ കേട്ടു. അപ്പൊ കമ്പീറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. വീട്ടിൽ ഇരുന്ന് പപ്പയുടെ മുമ്പിൽ ഇരുന്ന് അപ്പൊ കഥകൾ പറഞ്ഞു കേൾക്കുമ്പോ ആ ഒരു അത്ലീറ്റിന്റെ ഒരു മനസ്സ് ഒരുപാട് പപ്പ പകർന്നു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സ്പോർട്സ് ചെയ്യുമായിരുന്നു, എല്ലാ കളികളും കളിക്കുമായിരുന്നു, ഒന്നും മാറ്റിവെക്കാതെ എല്ലാ കളികളും സ്കൂള് മുതല് കൊച്ചുനാള് മുതലേ കളിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ ഒരു 10th വരെ അത്ലറ്റിക്സ് ആയിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ഈ ഉയരം വോളിയിലേക്ക് നോക്കിയിട്ടുണ്ടോ? ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടുണ്ട്. വോളി അധികം കളിച്ചിട്ടില്ല, സ്കൂളിൽ കളിക്കുമായിരുന്നെങ്കിലും പക്ഷെ അധികം കളിച്ചിരുന്നില്ല. അവസരം കിട്ടുന്ന കളികളാണല്ലോ. ഞാൻ ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയിലാണ് പഠിച്ചത്. അപ്പം അവിടെ കൂടുതലും അത്ലറ്റിക്സ് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. ബാസ്കറ്റ് ബോളിൽ നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ ക്രിക്കറ്റ് അവസാനം ആണ് വന്നത്. പക്ഷെ ക്രിക്കറ്റില് അവിടെ സ്കൂൾ ടൂർണമെന്റ് പോയപ്പോഴാണ് എല്ലാവരും ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രത്യേകിച്ച് സ്വാൻഡൻസ് ക്രിക്കറ്റ് ക്ലബ്ബ് NS കൃഷ്ണൻ സാറിന്റെ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം നടത്തുന്ന ടൂർണമെന്റ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയുണ്ടായിരുന്നു.
അവിടുന്ന് ശരിക്കും ഒരു പ്രോത്സാഹനം കിട്ടുന്നത്. എനിക്ക് ടാലന്റ് ഉണ്ടെന്നും ഈ ടാലന്റ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നെല്ലാം അറിഞ്ഞത് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും. ടിന്നുവിന്റെ തന്നെ ഒരു ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്, ഒരു പ്രാദേശിക താരത്തിനെ സമ്മാനിക്കുന്നത് ഒന്നുകിൽ മാതാപിതാക്കളുടെ പ്രോത്സാഹനം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ടീച്ചേഴ്സിന്റെ പ്രോത്സാഹനമാണ്. തീർച്ചയായിട്ടും ഇനീഷ്യൽ സ്റ്റേജസിൽ അത് വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും. ശരിക്കും രഞ്ജിയിൽ അതിനുശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു യാത്രയാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്താവോ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി? രഞ്ജിയൊക്കെ അതിന് ശേഷം ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇനീഷ്യലി ഒരു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ കിട്ടുന്ന വെച്ചാൽ MRF പേസ് ഫൗണ്ടേഷനിൽ പോകാനായിട്ടുള്ള സെലക്ഷൻ കിട്ടുമ്പോഴാണ്. അന്ന് സാധാരണ MRF പേസ് ഫൗണ്ടേഷനിൽ എലൈറ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഫാസ്റ്റ് ബോളേഴ്സിന് കിട്ടുന്ന, അല്ലെങ്കിൽ അത്രയും ടാലന്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളേഴ്സ്, അതും സ്റ്റേറ്റ് അസോസിയേഷൻസ് വഴിയാണ് കൂടുതലും സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സ്റ്റേറ്റ് അസോസിയേഷൻസ് വിടണം, അവിടെ ട്രയൽസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇതൊന്നുമില്ല, ഞാനൊന്നും കളിച്ചിട്ടില്ല, ഡിസ്ട്രിക്ട് ലെവൽ പോലും കളിച്ചിട്ടില്ല. അതുകൊണ്ട് മലയാള മനോരമ എനിക്ക് ഒരുപാട് കടപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പം പപ്പയ്ക്ക് മനോരമ ഗ്രൂപ്പിനെ അറിയായിരുന്നു. അവിടെ ഫിലിപ്പ് സാറിനെ കാണുകയും ഫിലിപ്പ് സാറ് അവിടെ ട്രയൽസ് അറേഞ്ച് ചെയ്ത് തരികയും ചെയ്തു ഇവിടെ MRF പേസ് ഫൗണ്ടേഷൻ. അങ്ങനെ ആ ട്രയൽസ് 12th പരീക്ഷ കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി, എഞ്ചിനീയറിംഗിനുള്ള എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി പോയി ട്രയൽസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടുന്നാണ് തുടക്കം. അപ്പം അവിടെ ഡെന്നിസ് ലില്ലി ഉണ്ടായിരുന്നു, കോച്ച് TA ശേഖർ ചീഫ് കോച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് കണ്ടപ്പോ തന്നെ അവർക്ക് ടാലന്റ് മനസ്സിലായി. ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഓൾറെഡി അവിടെ ക്യാമ്പ് തുടങ്ങിയിരുന്നു. ഏപ്രിലാകുമ്പോൾ ക്യാമ്പ് തുടങ്ങി. ഞാൻ ജൂണിലാണ് ചെല്ലുന്നത്. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ടും അവരെന്നെ എന്നെ സ്ട്രേറ്റ് അവേ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു കൺട്രിയിൽ തന്നെ ബെസ്റ്റ് ഒരു 8 ഫാസ്റ്റ് ബോളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒന്നും കളിക്കാത്തത് ഞാൻ. അപ്പം അവിടെയാണ് ഇനീഷ്യൽ ബ്രേക്ക് ത്രൂ വരുന്നത്. അപ്പം അവിടെ വരുമ്പോ അവിടെ അവരുടെ കൂടെ ട്രെയിൻ ചെയ്യുമ്പോഴും ബെസ്റ്റ് ഫെസിലിറ്റീസ് കിട്ടുകയും കളിയുടെ ABCD, അത് ഫാസ്റ്റ് ബോളിംഗ് ABCD പഠിക്കുന്നത് അവിടെ. അതായത് ടെക്നിക്കലി മെച്ചം വരുന്നത്, ഫിസിക്കലി ഇംപ്രൂവ് ആവുന്നതും. ഞാൻ അവിടെ ചെല്ലുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 63 കിലോ എന്തോ തൂക്കമുള്ളൂ ശരിക്കും. പക്ഷെ അവിടെ 1 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു 80-82 കിലോ തൂക്കത്തിൽ വരികയാണ്. ഒരു ഫാസ്റ്റ് ബോളറിന്റെ ഒരു ബോഡി ഫിസിക്കിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെയാണ് അവിടെ നോക്കുന്നത്. എല്ലാം ഫ്രീ ആണ്, നമ്മളൊന്നും ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം MRF ടേക്ക് കെയർ. അപ്പൊ ആ അക്കാഡമി കയറുന്നതാണ് എന്റെ ഇനീഷ്യൽ ബ്രേക്ക് ത്രൂ. ശരിക്കും ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക തലത്തിൽ ക്രിക്കറ്റ് ആകുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഇന്ത്യൻ പ്ലെയർ ആകുക എന്നുള്ളത്. ശരിക്കും ഇന്ത്യൻ ഒരു വലം കയ്യൻ മീഡിയം ഫാസ്റ്റ് ബോളറായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഇടം നേടുന്നു. അതിനുശേഷം എനിക്കൊന്ന് ആദ്യം വരുന്നത് പിന്നെ വൺ ഡേ ആയിരുന്നു, അതോ ടെസ്റ്റാണ് കളിക്കുന്നത്. ആ ടെസ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ആദ്യത്തെ ആ ഒരു നമ്മുടെ ഇൻവോൾവ്മെന്റ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി തന്നെ വലിയൊരു ക്ലാസിക് കളി കാഴ്ചവെച്ചിട്ടാണ്. അതൊന്ന് ഓർക്കാൻ പറ്റുമോ അന്നത്തെ ആ ദിവസം? ഈ ഫസ്റ്റ് തന്നെ ബോൾ എടുത്ത് എറിഞ്ഞ് തുടങ്ങിയ സമയം തൊട്ട് ഒരേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. വേറെ ഒന്നും അതിൽ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ആ വെള്ളക്കുപ്പായ അല്ലെങ്കിൽ നീലക്കുപ്പായ ഇടണം എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം. അത് ഏത് സ്പോർട്ട് കളിച്ചാലും, ഇപ്പം അത്ലറ്റിക്സ് ആയിരുന്നെങ്കിലും ഒളിമ്പിക്സിന് പോകണമെന്നായിരുന്നു പണ്ട് തൊട്ടുള്ള ആഗ്രഹം. പക്ഷെ ക്രിക്കറ്റിലേക്ക് വന്നപ്പം അത് ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നായി. അന്ന് വരെ കേരളത്തിൽ നിന്ന് ആരും കളിച്ചിട്ടില്ല. എങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞു തരാൻ കേരളത്തിൽ നിന്ന് ആരുമില്ല. അതുകൊണ്ട് തന്നെ MRF പേസ് ഫൗണ്ടേഷനിൽ പോയതും അവിടെ ബാക്കിയുള്ള എല്ലാവരും ആ ലെവലിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഒപ്പം ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൈൻഡ് സെറ്റിലേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു സ്കിൽ ലെവൽ, ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തി കളിക്കണം. അപ്പം 97 MRFിൽ ചെന്നു. 2001 ഇന്ത്യക്ക് കളിക്കുന്നത്. അപ്പം 4 വർഷം ആ പ്രോസസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഹാർഡ് വർക്ക്, ഓരോ ലെവൽസ്. അണ്ടർ 19 കളിച്ചു 98-ല്, 99-ല് അണ്ടർ-23 രഞ്ജി ട്രോഫിയും കളിച്ചു. 99-2000 രഞ്ജി ട്രോഫി 2 നല്ല സീസണിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 2001-ല് ഫസ്റ്റ് ആ ബ്രേക്ക് കിട്ടുന്നത്. അവിടെ ഒരു സ്വപ്നം
സാക്ഷാത്കാരമാവുന്ന ഒരു മൊമെന്റാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിനു മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി ഇവരോടൊക്കെ കാണാനും കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല അവരുടെ. പക്ഷെ അവര് പ്രാക്ടീസ് ചെയ്യുന്ന കാണാനും അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ്, സുനിൽ ജോഷി ഇവരുടെ കൂടെയൊക്കെ കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ, ദിലീപ് ട്രോഫി അവർ കർണാടകയ്ക്ക് വേണ്ടി കളിക്കുമ്പോഴെല്ലാം കളിക്കാനായിട്ടുള്ള അവസരങ്ങൾ അവരോട് കിട്ടിയിട്ടുണ്ട്. അപ്പം പക്ഷെ സച്ചിന്റെ കൂടെ ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ എന്റെ കണ്ടംപററീസ് ആയ സഹീർ ഉണ്ടായിരുന്നു ടീമില്, സേവാഗ് ഉണ്ടായിരുന്നു, മുഹമ്മദ് കൈഫ്, യുവരാജ് സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ആ കൂട്ടായ്മ അവിടെ ഉണ്ടായത് കൊണ്ട് ഒരു പുതിയ കാര്യമായിരുന്നില്ല അവിടെ. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു വേറൊരു ലീഗിലെത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ എത്തുമ്പം. പക്ഷെ ഫസ്റ്റ് മലയാളി ടു സ്റ്റെപ്പ് ഇൻ എന്നുള്ള അംഗീകാരം വലിയൊരു മലയാളികൾ ആഘോഷമാക്കിയൊരു എൻട്രി ആയിരുന്നു അത്. അതെ, അതിപ്പം പുറകിലേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാവുന്നത് ശരിക്കും. അന്ന് അത്രത്തോളം ഉൾക്കൊണ്ടിരുന്നില്ല. പക്ഷെ ഇന്ന് നോക്കുമ്പോ തീർച്ചയായിട്ടും അന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഏത് ടീമായിട്ടായിരുന്നു ഫസ്റ്റ് ഇംഗ്ലണ്ട് ആയിരുന്നു മൊഹാലിയിൽ വെച്ചിട്ട്. അന്ന് നമ്മൾ എത്ര വിക്കറ്റ് ആയിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് 2 വിക്കറ്റ്, സെക്കൻഡ് ഇന്നിങ്സ് 2 വിക്കറ്റ്. അതിനുശേഷം ഒരു 3 വൺ ഡേ മാച്ചോടെ കളിക്കാൻ അതിനുശേഷം ഒരു അടുത്ത ടെസ്റ്റ് അഹമ്മദാബാദിൽ വെച്ച് കളിച്ചിരുന്നു. അതിനുശേഷം ന്യൂസിലാൻഡിൽ ഒരു ടെസ്റ്റ് മാച്ച്, 3 ടെസ്റ്റ് കളിച്ചു. 3 ടെസ്റ്റ് 3 വൺ ഡേ ആണ്. 3 വൺ ഡേ മാച്ച്. ഇതിലൊക്കെ വിക്കറ്റ് നേടാനും നല്ലൊരു പ്ലേ ചെയ്യാനുള്ള അവസരം കിട്ടി അല്ലേ? തിരിഞ്ഞു നോക്കുമ്പം തുടക്കം നല്ലതായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഒരു ബെഞ്ചിലിരിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എപ്പോഴും തുടക്കം. എപ്പോഴും എല്ലാം പ്ലെയറിന്റെ തുടക്കം അങ്ങനെയാണല്ലോ. അന്ന് സഹീർ ഉണ്ടായിരുന്നു, ആശീഷ് നെഹ്റ ഉണ്ടായിരുന്നു, ശ്രീനാഥ് വന്നു പോയിക്കൊണ്ടിരിക്കുക, റിട്ടയർ ചെയ്തിട്ട് തിരിച്ച് വേൾഡ് കപ്പിന് വന്നു, അജിത് അഗർക്കർ ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ആയിരുന്നു മെയിൻ ബോളേഴ്സ്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ അൺഅവൈലബിൾ ഉള്ളപ്പോഴാണ് നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സമയം ബെഞ്ചിലിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷത്തോളം ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ദേശം ഒരു 20-22 ടെസ്റ്റ് മാച്ചിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ വൺ ഡേസ് ഒരു 10-30 വൺ ഡേസിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഈ 3 വൺ ഡേ 3 ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കന്ന് ഓർമ്മയുണ്ട്, ഒരു ഇന്റർനാഷണൽ ഡെയിലി അന്ന് നമ്മളുടെ ഈ പുതുമുഖ താരത്തിന് എഴുതിയത് ഹി പ്ലേഡ് വെൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല മികച്ച ഒരു എൻട്രി 3 കളികളിലും 3 ടെസ്റ്റ് മാച്ചിലും 3 വൺ ഡേ മാച്ചിലും വിക്കറ്റ് എടുത്തുകൊണ്ടും അത് അനിവാര്യമായിരുന്നു. ഇന്ത്യയുടെ വിജയത്തിന് അനിവാര്യമായ വിക്കറ്റുകളാണ് അന്ന് നേടിയത്. പക്ഷെ അതിനുശേഷം ഒരു അവസരം ഇന്ത്യൻ ടീമിൽ കിട്ടാതെ പോയത് എന്തുകൊണ്ടാണെന്ന്? ഇപ്പൊ നമ്മള് തിരിഞ്ഞ് ഇപ്പോഴത്തുള്ള ക്രിക്കറ്റ് അന്നുള്ള ക്രിക്കറ്റ് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ടീമിന് പുറത്ത് വന്നാലും നമുക്ക് എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ട്. അതായത് എപ്പോഴും കളികൾ റെഡിയാണ് കളിക്കാനായിട്ട്. ഒന്നെങ്കിൽ സ്റ്റേറ്റിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രാഞ്ചൈസിന്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ക്രിക്കറ്റ് വന്ന് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ തിരിച്ച് ടീമിലുള്ളപ്പോ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, സ്റ്റിൽ മാച്ചസ് കിട്ടുന്നില്ല. മാച്ചസ് അധികം പ്രാക്ടീസ് ആണ്. തിരിച്ച് നമ്മള് വീട്ടിൽ വന്നാലും നമുക്ക് മാച്ചസിനായിട്ടുള്ള ഒരു സാഹചര്യം, പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള വലിയ സാഹചര്യം കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത കളി കളിക്കുന്ന മുമ്പിട്ട് നമുക്ക് അത്രയും മാച്ചസ് കളിക്കണം, അത്രയും ബോൾ എറിയണം. മനസ്സിലായില്ലേ? ബേസിക്കലി കൂടുതൽ മൈൻഡ് റിലേറ്റഡ് ഗെയിമാണ്. പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ അവിടെ നമുക്ക് ഇനഫ് ചാൻസസ് കിട്ടിയില്ലെങ്കിൽ ഓൾവേസ് ആ ഫസ്റ്റ് ഗെയിം ഡിഫിക്കൽട്ട് ആയിരിക്കും. അവിടെയാണ് എപ്പോഴും ആ ഫ്രിഞ്ചിൽ നിൽക്കുന്ന പ്ലെയേഴ്സിന് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്, ഫസ്റ്റ് ഗെയിം തൊട്ട് പെർഫോം ചെയ്യണം, എപ്പോഴും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ശരിക്കും ഒരു റെഡി ആവുന്ന ഒരു പ്രാക്ടീസ് ഗെയിം പോലെ ആയിരിക്കും നമുക്കുള്ളത്. റിതം സെറ്റ് ആവണം, ഫീൽ സെറ്റ് ആവണം, ബോളിംഗ് ഏരിയാസ് സെറ്റ് ആവണം. പക്ഷെ അതായിരിക്കും ഏറ്റവും ക്രൂഷ്യൽ ഗെയിം. അതാണ് നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു ലെസർ സ്റ്റേറ്റ്സ്, കേരള പോലത്തെ ലെസർ സ്റ്റേറ്റ്സിൽ നിന്ന് വരുമ്പോൾ ചലഞ്ച്, ആ സമയത്ത് ഉള്ള ചലഞ്ചസ് അതായിരുന്നു. പ്രിപ്പറേഷൻ ആയിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് കണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പം ടിനുവിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ അപ്കമിങ് പ്ലേയേഴ്സിനെ സംബന്ധിച്ചൊന്ന് വിലയിരുത്തിയാൽ ആർക്കാണ് ഒരു ചാൻസ്
ഇപ്പോൾ നോക്കുമ്പോൾ ടാലൻസ് യങ് ഒരു 23, 22, 19 ലെവലിലൊക്കെ കുറച്ച് ടാലൻസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ 19 ആണെങ്കിലും മുഹമ്മദ് ഇനാൻ ഇപ്പൊ 19 ടീമില് കളിക്കുന്നുണ്ട്. അതിനു മുമ്പാണെങ്കിലും ഷോൺ റോജർ എന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനു മുമ്പ് റോഹൻ കുന്നുമേലുണ്ടായിരുന്നു 19 ലെവലിൽ നിന്ന്. പക്ഷെ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യം അത് കഴിഞ്ഞിട്ട് എന്തായി എന്നുള്ള ചോദ്യം നമുക്ക്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഹയർ സ്റ്റേജസിലേക്ക് കടന്നു പോകുന്നില്ല? ഓക്കെ, അവിടെയാണ് ശരിക്കും ക്വസ്റ്റ്യൻ മാർക്ക് കേരള ക്രിക്കറ്റിൽ ഉള്ളത്. എന്തുകൊണ്ട് കൂടുതൽ റെപ്രസെന്റേഷൻ ഹയർ ക്രിക്കറ്റിലേക്ക് വരുന്നത്? ടാലൻസ് നമുക്ക് ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. ഓക്കെ, എപ്പോഴും ടാലന്റ് അവൈലബിൾ ആയിരുന്നു ഈ സ്റ്റേറ്റില്. സഞ്ജു കഴിഞ്ഞിട്ട് അടുത്ത ആര് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ഇപ്പൊ കളിച്ചിരിക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഞാനായാലും ശ്രീശാന്ത് ആയാലും സഞ്ജു ആയാലും ഓക്കെ, ആരും കേരളത്തില് അധികം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. നോക്കുകയാണെങ്കിൽ കേരളത്തിന് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതൽ പ്രാക്ടീസും ബാക്കിയുള്ള കളികളും കളിച്ചിരിക്കുന്ന ഞാനും ശ്രീശാന്തും കൂടുതലും കളിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ്. MRF പേസ് ഫൗണ്ടേഷനും പിന്നെ ബാക്കി ചെന്നൈ ലീഗും കളിച്ചിട്ടാണ് പ്രിപ്പറേഷൻ കൂടുതൽ നടത്തിയത്. ഇപ്പൊ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ക്രിക്കറ്റ്, ചെന്നൈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ തന്നെ ബെസ്റ്റ് ഒരു ക്വാളിറ്റി ലഭ്യമാവുന്ന ഒരു ക്രിക്കറ്റാണ്. സഞ്ജു ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ അടിയിൽ വന്നു. അവരുടെ സ്കീം, അവരുടെ അക്കാഡമീസ്, അവരുടെ കോച്ചസ്, അങ്ങനെയാണ് നന്നായി. അത് കഴിഞ്ഞ് രാജസ്ഥാൻ റോയൽസിൽ പോയി. ഓൾവേസ് IPL സ്കീം ഓഫ് തിങ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവിടെ നിന്നുള്ള എക്സ്പോഷർ കിട്ടിയതാണ് സഞ്ജുവിന്റെ ഗ്രോത്തും വരുന്നത്. അപ്പം ഇവിടുന്ന് ഒരു പ്ലെയർ ടാലന്റ് ഉണ്ട് വരുമ്പം അവന് കിട്ടുന്ന എക്സ്പോഷറാണ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. എവിടെയാണ് കൂടുതൽ കളിക്കുന്നത്? ക്വാളിറ്റി പ്ലെയേഴ്സിന്റെ കൂടെ കളിക്കുന്നുണ്ടോ? ക്വാളിറ്റി പ്രിപ്പറേഷൻ കിട്ടുന്നുണ്ടോ? ക്വാളിറ്റി കോച്ചസിന്റെ കൂടെ പ്രാക്ടീസ് കിട്ടുന്നുണ്ടോ? ക്വാളിറ്റി ഫെസിലിറ്റീസിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു പ്ലെയറിന്റെ ഗ്രോത്തും അല്ലെങ്കിൽ അവന് വേണ്ടുന്ന ക്വാളിറ്റിയും അതിന്റെ കൂടെ വളരുന്നത്. തീർച്ചയായും. ഇപ്പൊ MRFന്റെ പോലെ കേരളത്തിൽ ഇത്ര ഒരു ഫൗണ്ടേഷന്റെ ഒരു അപര്യാപ്തത, അല്ലെങ്കിൽ ഇത്തരം പ്ലേയേഴ്സിനെ സ്പോൺസർ ചെയ്യാൻ ആളില്ലാത്തത്, അതൊക്കെ ഒരു ഘടകമായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിൽ നോക്കുമ്പോൾ ഇത് ഒരിക്കലും ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി ഗെയിം ആയി മാറിയിരിക്കുകയാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ഒരു ഗെയിം ആയിട്ട് മാറിയ, എല്ലാവർക്കും അഫോർഡബിലിറ്റി കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചെന്നൈ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നോക്കാൻ ഒരുപാട് കോർപ്പറേറ്റ്സ് ഗെയിമിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെട്രോസ് നോക്കുവാണെങ്കിൽ ജോലികൾ ലഭ്യമാണ് ക്രിക്കറ്റിലൂടെ കുറച്ചും കൂടെ. ഓക്കെ, അവര് ഫെസിലിറ്റീസ് അവര് റൺ ചെയ്യുന്നുണ്ട്. അതായത് അവര് തന്നെ ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ട്, അക്കാഡമീസ് റൺ ചെയ്യുന്നുണ്ട്, ക്ലബ്സ് റൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പ്ലെയേഴ്സിനെ ഹയർ ചെയ്തിട്ട് അവർക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ള സൗകര്യവും സാഹചര്യവും അതിന് അവർക്ക് പേയ്മെന്റും കൊടുത്ത് നീക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പം അവിടെയാണ് കേരളത്തിന് ശരിക്കും ഒരു കുറവുള്ളത്. ഇപ്പം പ്ലെയേഴ്സ് എവിടെയാണ് അവരുടെ ജീവിതമാർഗം കാണുന്നത്? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഒരു അണ്ടർ 19 ലെവല് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പ്രഷറാണ്. എവിടുന്നാണ് ഫണ്ട്സ് വരുന്നത്? ഓക്കെ, എവിടുന്ന് എനിക്ക് എന്റെ അറ്റ്ലീസ്റ്റ് കിറ്റ് ബാഗ് മേടിക്കാൻ, അല്ലെങ്കിൽ എന്റെ എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ കോച്ചസിന് പേ ചെയ്യാൻ, ഇൻഫ്രാസ്ട്രക്ചറിന് നല്ല കോച്ചിങ് കിട്ടാനായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പേ ചെയ്യാനായിട്ടുള്ള ഫണ്ട്സ് എവിടെ നിന്ന് കിട്ടും? എപ്പോഴും പേരൻസിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? അൺലെസ് യു ആർ റിയലി വെൽത്തി അല്ലെങ്കിൽ റിച്ച് അല്ലെങ്കിൽ. സോ ഇതെപ്പോഴും ഒരു ബാധ്യതയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് കേരള ക്രിക്കറ്റിന് എപ്പോഴും ലോട്ട് ഓഫ് കോർപ്പറേറ്റ് ബാക്കിംഗ് ക്രിക്കറ്റേഴ്സിന് എസ്പെഷ്യലി ആവശ്യമായിട്ട്. നമ്മൾ പലപ്പോഴും കേരള ക്രിക്കറ്റ് കൗൺസിലുണ്ട്, അതുപോലെ തന്നെ മറ്റു സ്പോർട്സ് അതോറിറ്റീസ് ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഇടപെടലുകളൊക്കെ എത്ര സപ്പോർട്ടീവ് ആണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എപ്പോഴും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അടിയിൽ വരുന്ന പ്ലെയേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, സോ അത് കൂടുതലും അവരുടെ അണ്ടർ 19 അല്ലെങ്കിൽ 16, 23 സീനിയർ, അതുപോലെ തന്നെ വുമൻസ് എല്ലാ ഏജ് കാറ്റഗറിയിൽ വരുന്ന പ്രോബിൾസിനെ ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് സ്ട്രീം ലൈൻ ചെയ്ത് വരുന്ന ഡിസ്ട്രിക്ട് അസോസിയേഷൻസിലാണ്. ബാക്കി ഡിസ്ട്രിക്ട് അസോസിയേഷൻസിലുള്ള കുട്ടികൾക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ കോച്ചിങ് ലഭ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ന് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ആ ഒരു എലൈറ്റ് ലെവലിൽ നിൽക്കുന്ന പ്ലെയേഴ്സിന് ആ
ക്യാമ്പ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ അവർ കളിക്കാൻ പോകുന്ന ടൂർണമെന്റിന് BCCI ടൂർണമെന്റ്സിന് മുമ്പുള്ള പ്രിപ്പറേഷൻ വിൽ ബി റിയലി ഗുഡ്. ഓക്കെ, അതൊരു 1 മാസം ഉണ്ടാവും, 2 മാസം ഉണ്ടാവും. അതിന് മുമ്പ് ഇവരെവിടെയാണ് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. ഓക്കെ, എവിടെയാണ് ട്രെയിൻ ചെയ്യുന്നത്? അവരുടെ ഡിസ്ട്രിക്ട്സിലായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ട്രിക്ട് അസോസിയേഷൻസിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ടോ? എല്ലാ ഡിസ്ട്രിക്റ്റിലും അസോസിയേഷൻസിലും ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും വിലയിരുത്താനും അവർ കറക്റ്റ് അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ള ആൾക്കാരും കൂടെ ഉണ്ടെന്ന് നോക്കണം. പക്ഷെ അതും ഡിസ്ട്രിക്ട് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ആ ലെവലിലുള്ള പ്ലെയേഴ്സിന് മാത്രമാണ് ലഭ്യമാണ്. അതിന് താഴോട്ടുള്ള വലിയൊരു കൂട്ടമുണ്ട്. മനസ്സിലായി? ഇതൊരു മേ ബി ഒരു 10 to 15 അല്ലെങ്കിൽ 20% ആൾക്കാർ മാത്രമേ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റിലേക്ക് വരുന്നുള്ളൂ. അത് താഴോട്ട് ഒരു 80% ആൾക്കാർ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ട്. അക്കാഡമീസ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്, പക്ഷെ പരിമിതികളുണ്ട്. ഇവിടെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ നാഷണലൊക്കെ കളിച്ച ഒരാളാണ്. നമ്മുടെ ഈ കേരളത്തിലെ സ്റ്റേഡിയങ്ങളുടെ നിലവാരത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബ്രില്യന്റ് ആണ്. KCA മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേഡിയംസ് ഒക്കെ ഇന്റർനാഷണൽ ക്വാളിറ്റി, ഡൗട്ട് ഒന്നുമില്ല. എല്ലാരും വന്ന് പ്രശംസിക്കുക ചെയ്യുന്ന ഒരു വെന്യൂ ആണ് കേരളത്തിന്റെ സ്റ്റേഡിയംസും. ഓക്കെ, പക്ഷെ പ്ലെയേഴ്സിന് അവിടെ കളിക്കാനായിട്ടുള്ള, നമ്മുടെ പ്ലെയേഴ്സിന് അവിടെ സ്ഥിരമായിട്ട് കളിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോഴാണ് കേരള ക്രിക്കറ്റ് ഡെവലപ്പ് ആവുന്നത്. ആ എലൈറ്റ് ലെവലില് അവര് ഇപ്പൊ രഞ്ജി ട്രോഫി പ്ലെയേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് അവിടെ കളിക്കാനുള്ള ക്യാമ്പ്സും കാര്യങ്ങളൊക്കെ സൗകര്യം കിട്ടുന്നുണ്ടാവും. പക്ഷെ അതിന് താഴോട്ടുള്ള ലെവലിലുള്ള പ്ലെയേഴ്സിനും സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഒരു ആശ്വാസകരമായിട്ട് വന്നിട്ടുള്ളത് ലോക്കൽ സ്പോർട്സിന്റെ ടൂർണമെന്റുകളുടെ സംഘാടനം കേരളത്തിലെമ്പാടും കുറച്ച് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് അല്ലേ? പല വേദികളിലും നമ്മൾ പോയിട്ടുണ്ടല്ലോ. അതിനെങ്ങനെയാണ് കാണുന്നത്? അതെല്ലാം ഒരു തരത്തിലുള്ള സപ്പോർട്ട് സ്റ്റേറ്റിന്റെയോ സെൻട്രൽ മിനിസ്റ്ററുടെയോ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടല്ല. ഇതിന് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഒരു വിഭാഗം ജനങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടാണ് അത്തരം മേളകൾ നടക്കുന്നത്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കളിക്കുന്നത് അമച്ചർ ലെവലിലാണ്. അമച്ചർ ലെവൽ ക്രിക്കറ്റ്. ഈ അമച്ചർ ലെവലിൽ കളിക്കുന്ന ക്രിക്കറ്റേഴ്സ് ആരും അതുകൊണ്ട് ജീവിതമാർഗം കാണുന്നവരല്ല. അവർക്ക് വേറെ ജീവിതമാർഗം ഉള്ള ആൾക്കാരാണ്. ക്രിക്കറ്റ് ലെഷറിന് വേണ്ടി കളിക്കുന്ന ആൾക്കാരാണ്, എന്റർടൈൻമെന്റ് വേണ്ടി കളിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവിടെ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിന് അധികം ചാൻസ് ഇല്ല. പല റൂൾസും ഉണ്ട്. പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അവിടെ കളിക്കാൻ പാടില്ല എന്നുള്ള റൂൾസ് ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സിന് കളിക്കാൻ പാടില്ല എന്നുള്ള റൂൾസ് ആണ് കൂടുതൽ അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ലീഗ് കളിക്കുന്ന പ്ലെയേഴ്സിന് അവിടെ പരിമിതികളുണ്ട് കളിക്കാനായിട്ട്. അങ്ങനെ അത് പക്ഷെ അമച്ചർ ക്രിക്കറ്റേഴ്സ് കളിക്കുന്ന പോലെ തന്നെ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് കേരളത്തിൽ കളിക്കണം. തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് ഇപ്പൊ തൃശ്ശൂരില് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള കേരള സൂപ്പർ സോക്കർ ലീഗ് ശരിക്കും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ് അതിന് തയ്യാറായത്. ഈസ്റ്റേൺ മീഡിയനൊക്കെ ചേർന്നിട്ട് ശരിക്കും എനിക്ക് തോന്നിയത് അതിന്റെ ലൈവ് ടെലികാസ്റ്റ് നമ്മൾ മീഡിയ പാർട്ണർ. അപ്പൊ ആ സമയത്ത് കണ്ട അവരുടെ ഒരു സ്റ്റേഡിയത്തിന്റെ ആയാലും അല്ലെങ്കിൽ ആ കളിയുടെ ആയാലും ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഒരു ഇന്റർനാഷണൽ പ്ലേ നമുക്ക് ഫീൽ ചെയ്തു ഉണ്ടല്ലോ. അതെ, പക്ഷെ അതൊക്കെ അവരുടെ തന്നെ ഒരു സംഘാടന മികവിൽ നടന്നു പോയതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ സെൻട്രൽ സ്റ്റേറ്റ് മിനിസ്ട്രിയുടെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടേണ്ടതല്ലേ? അത്യാവശ്യമില്ല. എന്തിനാണ് അവരുടെ സ്റ്റേറ്റ് അസോസിയേഷന്റെ അഫിലിയേഷൻ ഇല്ലാതെ നടക്കൂല. അഫിലിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നടക്കുന്നത്. പക്ഷെ ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് ബോഡി വന്നിട്ടാണ് ഗെയിമിനെ സ്പോൺസർ ചെയ്യുന്നത്, ആ ടൂർണമെന്റ്സ് നടത്തുന്നത്. ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ് അത് നടത്തുന്നത് ആണല്ലോ. അപ്പം ക്രിക്കറ്റിലും അതുപോലെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് വന്നിട്ട് ടൂർണമെന്റ്സ് ഓർഗനൈസ് ചെയ്യണം, പ്രൊഫഷണലി ലീഗ്സ് ഓർഗനൈസ് ചെയ്യണം, പ്രൊഫഷണലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അതാണ്, ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇവിടെ ലാൻഡ് വാല്യൂ വളരെ ഹൈ ആയതുകൊണ്ടും അവൈലബിലിറ്റി കുറവായതും കൊണ്ട് ഒരു വലിയ ചലഞ്ച് തന്നെയാണ് ഗ്രൗണ്ട്സ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഇപ്പം നമ്മൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്ററിന്റെ ഭാഗത്ത് നിന്നാണ് കേട്ടത് പ്രാദേശിക ക്രിക്കറ്റർമാർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അണ്ടർ 19 കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രെഡ് ആൻഡ് വൈൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു തൊഴിൽ കണ്ടെത്തിയിട്ട് വേണം ഒരു സ്പോർട്സ്മാന് തൻ്റെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം. അവിടെ ആണ് നമ്മുടെ ഈ പറഞ്ഞതുപോലുള്ള ഏജൻസികളുടെ കടന്നുവരവ്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ കടന്നുവരവ്, അവരെ സ്പോൺസർ ചെയ്യുന്നതിനും ഈ പറയുന്ന കിറ്റ് ആണെങ്കിലും അവർക്ക് പ്രോട്ടീൻസ് അടക്കമുള്ള കാര്യം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് നല്ല ഒരു റൂട്ട് നൽകി അവരെ കൈപിടിച്ച് ഉയർത്തുന്ന ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് ബ്രദർ അല്ലേ
ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ അനിവാര്യമായിട്ടുള്ളത്. അവിടേക്കാണ് ഇപ്പം മലനാട് ടിവിയുടെ അടുത്ത ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള IDTV എന്ന് പറയുന്ന ഗ്ലോബൽ ലോക്കൽ സ്പോർട്സ് ചാനൽ കടന്നു വരുന്നത്. നേരത്തെ നമുക്ക് പ്രാദേശിക തലത്തിലുള്ള സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനൊരു കാര്യമില്ലായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ടൂർണമെന്റുകൾ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് നമുക്ക് മലനാട് TV ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഒരുപാട് ടൂർണമെന്റുകൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കടന്നു വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യ മാത്രമല്ല, ബോക്സ്വാനിയെന്നൊക്കെ നമ്മളെ രാജ്യങ്ങൾ ക്ഷണിക്കുന്നു. ഓരോരോ രാജ്യങ്ങളിലെ, അതായത് മെന്റലി ഫിസിക്കലി ഹെൽത്തി യൂത്ത് ഇസ് ദ വെൽത്ത് ഓഫ് എവരി നേഷൻ. ശരിയല്ലേ? അപ്പൊ അതിനു വേണ്ടി ഒരു മീഡിയ കടന്നു വരുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് ഓൾ ഓവർ വേൾഡിൽ സ്പോർട്ട് നടക്കുന്ന വ്യൂവർഷിപ്പിലാണ്. ഓക്കെ, എത്ര വ്യൂസ് കിട്ടുന്നു, അല്ലെങ്കിൽ എത്ര ആൾക്കാർ കാണുന്നു, റേറ്റിംഗ് എന്താണ്, ഓക്കെ, TRP റേറ്റിംഗ് എന്താണ്, അതിലാണ് ഇന്ന് സ്പോർട്ട് ജീവിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പം ലോക്കലി നമുക്ക് വ്യൂവർഷിപ്പ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളി ജനത എന്ന് പറയുന്നത് സ്പോർട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാലും എപ്പോഴും വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ അത്ലീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു നാടാണത്. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് അഭിമാനിക്കാവുന്ന അത്ലീറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയുടെ കുറവ് ഒരിക്കലും ഉണ്ടാവൂല. ഓക്കെ, ഏതൊരു സ്പോർട്ട് എടുത്താലും ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ ഇത് കാഴ്ചവെക്കാനും ഈ പ്ലെയേഴ്സിന് അവർ കളിച്ചവരുടെ ടാലന്റ് കാണിക്കാനൊരു വേദിയാണ് നമുക്ക് ആവശ്യം. വേദി ഉണ്ട്, പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യണമല്ലോ, ഈ ലോകം മുഴുവനും കാണണമല്ലോ നമ്മുടെ ടാലന്റിനെ. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ചാനലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുങ്ങാൻ പോകുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അത് ഞാൻ കാണുന്നത് വളരെ ഒരു സക്സസ് ആവാനുള്ള എല്ലാ ചാൻസുകൾ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പം പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആയാലും അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ആയാലും മറ്റേത് ഗെയിമിലും ഇടപെട്ട് നാഷണൽ വരെയൊക്കെ പോയ ഒരാളിനെ പലപ്പോഴും നമ്മുടെ രാജ്യം പല പദവികളും ചില ജോലികളും ഒക്കെ ഇല്ലേ നൽകി ആദരിക്കുന്നത് കണ്ടുണ്ട്. ടിനുവിന് ഇപ്പം ആ രീതിയിലൊരു പദവി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ വലുതായിട്ട് അച്ചീവ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഇന്ത്യക്ക് കളിച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ അതിൽ കൂടുതൽ ഞാൻ അധികം ഒന്നും ചെയ്തിട്ടുമില്ല. അവിടെ വലുതായിട്ട് പെർഫോം ചെയ്യുകയോ കളികൾ ജയിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് അതറിയാം. പക്ഷെ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. രാജ്യത്തിന് വേണ്ടി കളിച്ചു, നല്ല കാര്യം. പക്ഷെ തിരിച്ച് കളിയിലേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് കോച്ചിങ് ഫീൽഡിലും ഞാൻ നിലനിൽക്കുന്നത്. ജോലി വേറെ ഞാനൊന്നൊരു പ്രൈവറ്റ് ജോലിയോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലെ ജോലി എടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആ കോച്ചിങ് ഫീൽഡിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അതൊരു വലിയ സംഭാവനയാണ്. തിരിച്ച് എന്നെ ഞാനാക്കിയ രാജ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിന് ഇല്ലേ ആ മേഖലയ്ക്ക് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷം. കാരണം അഞ്ജു ബേബി ജോർജ് അടക്കമുള്ളവർക്ക് ഇന്ത്യയിലെ എക്സൈസിന്റെ തലപ്പത്തിരിക്കാൻ ഒരു യോഗം കിട്ടിയിട്ടുണ്ട്. അത് സ്പോർട്സിന്റെ പേരിലാണ്. പക്ഷെ സ്പോർട്സ് എന്നുള്ള മേഖലയ്ക്ക് പിന്നീട് അവർക്കൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരത്തില്ല. അഞ്ജുവൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ബാംഗ്ലൂരിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ടിനു ഫോക്കസ് ചെയ്യുന്നത് ഫുള്ളി ഫോക്കസ് ടു നമുക്ക് അറിയാവുന്നതാണല്ലോ. വേറെ ഒന്നും അറിയാത്ത നമ്മുടെ സ്കില്ല് അതാണ്. സ്കില്ല് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിവുള്ള ഒരു കഴിവുള്ള ഒരു അത്ലറ്റ് അല്ലെങ്കിൽ കഴിവുള്ള ഒരു പ്ലെയർ, ഇന്ത്യൻ പ്ലെയർ എന്നുള്ള നിലയിൽ അരങ്ങേറ്റത്തിൽ തന്നെ എല്ലാവരുടെയും മുക്തന്റെ പ്രശംസ മേടിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ പലപ്പോഴും സ്പോർട്സിലും ഈ പറഞ്ഞിട്ട് ഇന്നർ ഗെയിംസുകളൊക്കെ ഉണ്ട്. അത് നമ്മളിനി തുറന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എങ്കിൽ തന്നെയും അർഹരായിട്ടുള്ള ഈ പറയുന്ന കായിക താരങ്ങൾക്ക് അർഹതയുള്ള സ്പേസ് കൊടുക്കാൻ ആരും വിമുഖത കാട്ടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കൂടുതലും ആ അത്ലറ്റിന്റെ കയ്യിലുമാണ്. നമ്മള് ഗിവപ്പ് ചെയ്താൽ, പെട്ടെന്ന് ഗിവപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നിരാശ ഉണ്ടാവുള്ളൂ. കംപ്ലൈൻസ് കൂടുതൽ പറഞ്ഞാലും നമുക്ക് നിരാശ ഉണ്ടാവുള്ളൂ. ഒരിക്കലും വിട്ടുകൊടുക്കാതെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അതിന് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഞ്ജു സാംസൺ, നമ്മുടെ മുമ്പിലുള്ള സഞ്ജു തന്നെ. എന്തോരം പ്രതിസന്ധികളാണ് പുള്ളി കടന്നു പോയിട്ടുള്ളത് പുള്ളിയുടെ ആ കരിയറിൽ. പക്ഷെ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. പുള്ളി വിശ്വസിച്ചിട്ടുണ്ട്, പുള്ളിയുടെ സ്കില്ല് വിശ്വസിച്ചിട്ടുണ്ട്, മെനക്കെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ടീമിൽ നിലനിൽക്കുന്നത്. ഇന്ന് ഇപ്പൊ സ്കോർ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ തിരിച്ച് എല്ലാരും പറയുന്നുണ്ട് സ്കോർ ചെയ്യുന്നില്ല, അടുത്ത കളി ടീമിൽ ഉണ്ടാവുമോ എന്നൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട്. പക്ഷെ സഞ്ജു വീണ്ടും അടിക്കും. അതെന്താ വെച്ചാൽ ക്യാരക്ടറാണ്, വിട്ടുകൊടുക്കൂല.
ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്, ആ തീ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി എന്തായാലും ടിനു യോഹന്നാൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു നാരങ്ങ വെള്ളത്തിന് വേണ്ടി ഒരു ചാട്ടം ചാടിയ ആ ചാണ്ടപ്പിള്ള അല്ലേ, അദ്ദേഹത്തിന്റെ മുമ്പില് അച്ഛൻ കൊണ്ടുവന്നിട്ട് വീണ്ടും നിർത്തിയിട്ട് പറഞ്ഞ് ചാടാൻ പറഞ്ഞു. അങ്ങനെ അക്കരെ എത്തുന്നതുവരെ ചാടിച്ചതിന്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ഒരു വലിയ സ്പാൻ, ഒരു 30 വർഷക്കാലം ആ ഒരു അവാർഡ് തകർക്കാൻ പറ്റാത്ത ഒരു ചാട്ടം ചാടി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എൻ്റെ പക്ഷം. എന്തായാലും നമ്മളെക്കാത്ത് വീണ്ടും ഒരു വലിയ ഒരു സ്പേസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അതെൻ്റെ വാക്ക് മാത്രമല്ല, അതൊരു യൂണിവേഴ്സൽ ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ടിനു അത്രത്തോളം ഡീപ്പായിട്ട് ഈ ഒരു സ്പോർട്സിനെ സ്നേഹിക്കുകയും അതിലേക്ക് തന്നെ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും എനിക്ക് പറ്റിയതുപോലെ ഉള്ള ഒരു ഇത് വരാത്ത രീതിയിൽ അടുത്ത തലമുറയെ നേർക്ക് വഴി നടത്താൻ ഒരു കോച്ചാകണമെന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. കോച്ചാണ് ഞാനിന്ന് ഒരു 14 വർഷമായിട്ട് കോച്ചിങ് മേഖലയിലാണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ഫീൽഡാണ് കോച്ചിങ് എന്നുള്ളത്. പക്ഷെ കളിച്ചതിനെക്കാട്ടിൽ ഇപ്പോൾ സന്തോഷം കോച്ചിങ്ങിലാണ്. അത് ബാക്കിയുള്ളവര് പെർഫോം ചെയ്യുമ്പോഴും ജയിക്കുമ്പോഴും കാണുമ്പോൾ ഉള്ള സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായും. എന്തായാലും ഈ IDTV സ്പോർട്സ് ആൻഡ് ഹെൽത്ത് ലാംഗ്വേജ് വൈസ് ഇപ്പം മലയാളമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ഇന്ത്യൻ സ്പോർട്സ് മന്ത്രാലയത്തിനായാലും സ്റ്റേറ്റ് ലെവലിലുള്ള അതോറിറ്റീസിനായാലും ഇത്തരം സ്പോർട്സ്മാൻമാരുടെ സേവനത്തെ എന്തിന് നമ്മൾ തമസ്കരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നേരെ എന്തിന് മുഖം തിരിഞ്ഞ് നിൽക്കണം എന്നുള്ള ചോദ്യമാണ് IDTVക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തായാലും ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കൈപിടിച്ചുയർത്തി ഒരു വഴിക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്വപ്നങ്ങളൊക്കെ പൂർത്തിയായി. ഇന്ത്യൻ കുപ്പായം അണിയണമെന്നായിരുന്നു സ്വപ്നം. അതുകൊണ്ട് കൂടുതൽ നമുക്ക് സങ്കടങ്ങളോ വിഷാദങ്ങളോ ഇല്ല. എനിവേ, എന്നാലും ആ അണയാത്ത തീയാണ് സഞ്ജു സാംസണിന്റെ ആ മനസ്സിലുള്ള തീ പോലെ തന്നെ ടിനുവിന്റെ മനസ്സിനുള്ളിലും ഒരു വലിയ ജ്വാലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ജ്വാല ഇന്ത്യക്ക് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് അതിന് രാജ്യം നിങ്ങളെ സെലക്ട് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.